എന്തു ചെയ്യും? അവന്റെ ടെൻഷൻ കൂടി വന്നു. ഒരു നിമിഷം കണ്ണടച്ച് തന്റെ അച്ഛന്റെ മുഖം അവൻ ഓർമ്മിച്ചു. പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരു ധൈര്യം അവൻ അനുഭവപ്പെടാൻ തുടങ്ങി. അച്ഛൻ തന്റെ ഉള്ളിലിരുന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ അവന് തോന്നി. ഞാനും റെഡി. തന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത ചേതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എലിജിബിലിറ്റി റൗണ്ടിൽ 0 കിട്ടിയ ചേതൻ സാർ വീണ്ടും എഡ്വിൻ സാറിന്റെ കൂടെ മത്സരിക്കാൻ പോകുന്നു. കൊള്ളാലോ. അയാൾക്കിനി മതിയായില്ലേ? ക്യാൻറ്റീനിലിരുന്ന ചില വിദ്യാർത്ഥികൾ മത്സരം കാണാനായി ആകാംക്ഷയോടെ അങ്ങോട്ട് ചെന്നു. എന്താണ് മത്സരം എന്ന് പോലറിയത് എന്ത് ചെയ്യാനാണ്? വരട്ടെ, നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചേതൻ എഡ്വിനെ നോക്കി. അങ്കത്തട്ടിൽ അവർ മുഖാമുഖം നിന്നു. മത്സരം തുടങ്ങാനിരിക്കെ പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. യെസ്! എഡ്വിൻ, എന്തിനാണിപ്പോ നമ്മുടെ ഇടയിലൊരു മത്സരം? അത് ഇന്നലെ നടന്നതല്ലേ? കാണുന്നവർക്ക് ബോറടിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്തിരി മാറി ചിന്തിക്കാം. കണ്ണിറുക്കിക്കൊണ്ട് ചേതൻ പറഞ്ഞു. മത്സരത്തിൽ നിന്ന് പതിയെ ഒഴിവാവാൻ ചേതൻ ശ്രമിക്കുകയാണെന്ന് എഡ്വിൻ ശങ്കിച്ചു. എന്തേ, നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അതോ നിനക്ക് ഇപ്പോ തന്നെ മത്സരഫലം മനസ്സിലായോ? അല്ല, ഒന്ന് ചിന്തിച്ചാൽ എത്രയാണെന്ന് വെച്ചിട്ടാ നീ തോക്കുന്നത്? അല്ല, എന്താ ഞാൻ മാറി ചിന്തിക്കേണ്ടത്? പറ, കേക്കട്ടെ. ചേതനെ പരിഹസിച്ചുകൊണ്ട് എഡ്വിൻ പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്ത് മത്സരിച്ചൂടാ? നമ്മുടെ ജോലി തന്നെ ഗൈഡ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ മത്സരിക്കുന്നതിന് പകരം മത്സരം നമ്മുടെ വിദ്യാർത്ഥികൾ തമ്മിൽ